ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അട്ടിപ്പൊടി ഒരു രസം. ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം, പക്ഷേ പച്ചക്കറി ഒന്നും വേണ്ട, തക്കാളി പോലും വേണ്ട. വെളുത്തുള്ളി രസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല മഴ അടിച്ച് പൊളിച്ച് പെയ്യുന്നുണ്ട് വെളിയിൽ, നല്ല തണുപ്പാണ്. ചായയും കാപ്പിയും വേണ്ട, അല്ലെങ്കിൽ ചായയും കാപ്പിയും കുടിച്ചു ഇനി എന്താണെന്ന് ഈ തണുപ്പത്ത് നമുക്ക് തണുപ്പ് മാറ്റാൻ എന്താ ചൂടായിട്ട് കുടിക്കാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും നമുക്ക്. പിന്നെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. വെളുത്തുള്ളി രസമാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ വേണമെന്നെങ്കിൽ. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടത് വെളുത്തുള്ളി. നമ്മൾ വെളുത്തുള്ളി രസമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി വേണം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വെളുത്തുള്ളിയുടെ സ്വാദ് ഇറങ്ങാൻ. ഇത് കടുവറുക്കാനാണ്. ഒരു ശക്കലം, ഒരു ഇത്രയും പോണ ഇഞ്ചി കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്. ഒരു കുഞ്ഞ് സവോള, അല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി മതി. പിന്നെ ഇത് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി അത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പ് നിറച്ച് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ വെള്ളം വേണം നമുക്ക് സാമ്പാറിൽ ഒഴിക്കാൻ. സാമ്പാറല്ല കേട്ടോ, സോറി, രസത്തിൽ ഒഴിക്കാനായിട്ട് അത് വേണം. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് ഇടുമ്പോൾ കാണിച്ചു തരാം. കുരുമുളക് പൊടിയുണ്ട്, ഇച്ചിരി സാമ്പാർ പൊടി, രസപ്പൊടി ഇല്ല എൻ്റെ കയ്യിൽ, ഇച്ചിരി സാമ്പാർ പൊടിയുണ്ട്. പിന്നെ മുളക് പൊടിയുണ്ട്, ഇച്ചിരി മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ഇനി വേണം ഇതിന് കായപ്പൊടി വേണം. കായപ്പൊടിയും കൂടി എടുക്കട്ടെ. കായപ്പൊടി വേണം. പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക് വേണം. മുളക് പൊടിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുക് വറുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഭയങ്കര രുചിയാണ് നെയ്യ്. പക്ഷേ എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല നെയ്യ്, അത് കാരണം നെയ്യ് ഇടുന്നില്ല. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നെയ്യ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നെയ്യുടെ രുചി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എണ്ണ ഒന്ന് നല്ല ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണേ. കടുക് പൊട്ടിത്തുടങ്ങി. കടുക് പൊട്ട്. എണ്ണ ചൂടാവാതെ ഇട്ടിട്ടാണ്. എണ്ണ നല്ല ചൂടായിട്ട് ഇടുകയാണെങ്കിൽ കടുക് പടപടേന്ന് പൊട്ടും. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയില്ലെങ്കിൽ ടേസ്റ്റ് വരില്ല. കടുക് കരിഞ്ഞു പോവോ പൊട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി കിട്ടില്ല. കടുക് വറുക്കൽ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളൊരു പ്രോസസ്സാണ്, ഇതുകൊണ്ട് എന്താ നമുക്ക് രുചി കൂട്ടാൻ പോകുന്നതെന്ന്. പക്ഷേ ദൈവമേ, കടുക് വറുക്കാത്തൊരു സാധനവും കടുക് വറുത്തൊരു സാധനം കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം എന്തായാലും നല്ലപോലെ കടുക് പൊട്ടുന്നുണ്ട്. ഞാനത് ഉലുവ 2 നുള്ളു ഉലുവ ഇട്ട് കൊടുത്ത്, അധികമൊന്നും വേണ്ട. ഇത് ചുമന്ന മുളക് അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് ശർക്കര ഇഞ്ചി ഇട്ടോ, ഒരു 1/4 ഇഞ്ചി എത്ര ഇട്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇടണ്ട. ഒരുപാട് ഇഞ്ചിയുടെ ചുവയായാലും നല്ലതല്ല. ഇഞ്ചിയുടെ ചുവ വരുന്ന ഒരു ശകലം വരുന്നത് നല്ലതുമാണ്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കരിവേപ്പില ആദ്യം ഇടണമായിരുന്നു, പക്ഷെ ഇട്ടില്ല. പാചകം
കരിവേപ്പില നമ്മൾ എടുത്ത് കളയും, പക്ഷെ ശരിക്കും കരിവേപ്പില അകത്ത് ചെല്ലുന്ന ഭയങ്കര നല്ലതാണ്. പിന്നെ ദേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാ. അതുകൂടാതെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നേ ഇടുക. ആ വെളുത്തുള്ളി മൂക്കുമ്പോൾ എന്നാ മണമെന്നറിയോ, ഭയങ്കര ഒരു മണമാണ്. ഇത് വെളുത്തുള്ളി രസമാണല്ലോ, അപ്പോൾ വെളുത്തുള്ളി അല്ലാണ്ട് പിന്നെ ഇല്ലല്ലേ, വെളുത്തുള്ളിയുടെ മണം നല്ലപോലെ വരണം. ഉള്ളി ഒന്ന് വഴലിട്ട് എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വഴണ്ടിട്ടുണ്ട്, നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാട്ടോ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരു 1/4 പോലും ഇല്ല, ഒരു 1/8 ടീസ്പൂണേ ഉള്ളൂ മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലിപ്പൊടി വേണം, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ രസപ്പൊടി ഇല്ലാത്ത കാരണം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണേ, അത് 1 ടീസ്പൂൺ. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് 1.5 ടീസ്പൂൺ മല്ലി, 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, അത് മതി. ഇതിൽ ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകാണ്. കുരുമുളക് ഇട്ട് കൊടുക്കാം. 1, 1.5. തീയൊന്ന് അല്പം കുറച്ച് കൊടുക്കാം, കരിഞ്ഞു പോകണ്ട. അതായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ആ സാമ്പാർ പരിപ്പും ഉണ്ട്, നല്ല വെന്ത്. ഞാനൊരു 3-4 വിസിൽ അടുപ്പിച്ച കാരണം കാണാനില്ല കേട്ടോ പരിപ്പൊക്കെ വെന്ത് പോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങ് ഉടച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് കാണാൻ ഇടയുണ്ടാക്കല്ല, പരിപ്പ് ഇട്ടു എന്നും ആരും അറിയരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ആക്കി. പിന്നെ പുളി ഞാൻ കാണിച്ചു വെച്ചിരുന്നല്ലോ, ഇനി പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുക. ഇച്ചിരി ഉപ്പും കൂടി ഇടുക. അടച്ചു വെച്ചൊരു 5-10 മിനിറ്റ് തിളപ്പിക്കുക. നമ്മുടെ രസം റെഡി. എന്ത് എളുപ്പമല്ലേ. എന്നാൽ ഈ മഴ സമയത്തൊക്കെ രസം കുടിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. അത് നല്ല നീട്ടിയ രസം, കുറുകുറ രസമല്ല, നല്ല നീട്ടിയ രസം ഒരു ഗ്ലാസ്സിൽ കിട്ടുവാണെങ്കിലുണ്ടല്ലോ കുടിക്കാൻ നല്ല സുഖം. അപ്പം ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് മതി പിന്നെ ഒഴിക്കൽ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നല്ല കുറുകുറാന്നുള്ള രസമല്ല, നല്ല നീട്ടിയ രസമാണ്. അപ്പം ഇനി ഉപ്പും കൂടി ഇടട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്.
കുറച്ചുകൂടി പുളി ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ് കേട്ടോ പിഴിഞ്ഞ് വെച്ചിരുന്നത്. അത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കൂട്ടി വയ്ക്കുക. ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കുക. പുളി ഇട്ടല്ല, പുളിയും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വേണം. ഒരു ശക്കലം പുളി ബാലൻസ് ചെയ്യാൻ ഞാനൊരു ശക്കല പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി കിടക്കട്ടെ. അപ്പം നിങ്ങൾ വയ്ക്കും എന്തിനാ പിന്നെ ഇത്രയും പുളി ഇടുന്നു? പുളിയും വേണം, ഒരു ചെറിയ മധുരം കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം കേട്ടോ. ഞാനിതൊന്ന് എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് അടച്ച് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് നല്ല പോലെ കിടന്ന് തിളച്ചാലേ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ സ്വാദ് ഇറങ്ങുള്ളൂ. അപ്പം നല്ല പോലെ തിളക്കട്ടെ ഒന്ന്. തിളച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് തിളച്ചോട്ടെ. ഞാൻ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് 10 മിനിറ്റ് തിളപ്പിക്കാൻ പോകും, അടച്ച് മൂടി. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കിയാലോ. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചായിരുന്നു. ഒരു 2 വലിയ കപ്പ് വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുത്തായിരുന്നു. പുളി ഒഴിച്ചപ്പം ഇച്ചിരി പുളി മുമ്പോട്ട് നിൽക്കുകയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ പുളി അത്രയും താല്പര്യമില്ലെങ്കിൽ അത്ര ഇടേണ്ട ആവശ്യമില്ല. ഞാനൊരു ചെറിയ നാരങ്ങയുടെ അത്രയും ഉള്ള പുളിയാണ് ഇട്ടത്. അത്രയും വേണ്ട ശരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയത് കാരണം നല്ല വെട്ടി തിളച്ചു. നല്ല വെളുത്തുള്ളിയുടെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതിൻ്റെ അകത്ത് നമ്മളൊന്ന് നോക്കാൻ രുചിച്ച് എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റുണ്ട്, എരിവുണ്ട്. ഞാനൊരു ശക്കലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. നല്ല എരിവുണ്ട്. ഒരു ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണും കൂടി ഒരു ഭംഗിക്ക്. പിന്നെ കായപ്പൊടി ആക്ച്വലി തീർന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. 1/2 ടീസ്പൂൺ കായപ്പൊടിയുണ്ട്. അത് ഞാൻ 1/2 ടീസ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇത് മതിയാവും. കായപ്പൊടിയും കൂടി ഇട്ടപ്പോഴാണ് ആ രസത്തിൻ്റെ കറക്റ്റ് ഒരു സ്മെല്ല് വന്നേട്ടോ. എന്നാ മണമാണെന്നറിയോ. അയൽവക്കക്കാർ മൊത്തം അറിഞ്ഞാണ് ഇപ്പോൾ രസം അവിടെ ഉണ്ടാക്കുന്നതെന്ന്. അടിപൊളിയായിട്ടുണ്ട്. ശക്കല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ രസം റെഡിയാണ് കേട്ടോ. കാണാവോ? അടിപൊളി രസമാണ്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി നല്ല രുചിയുള്ള രസമാണ്.
കുടിക്കാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് വേണമെങ്കിൽ, പുളി നമുക്ക് വേണമെങ്കിൽ ശക്കലൊന്ന് കുറച്ചോളൂ കേട്ടോ. ഇത്രയും പുളി വേണ്ട, പുളി നമുക്കൊരു തരിക്ക് പൊട്ടിക്ക് കുറയ്ക്കാം. അപ്പം അടിപൊളിയല്ലേ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല മഴ സമയത്ത് ഇങ്ങനൊരു രസം. ഇപ്പം ഞാനൊരു ഗ്ലാസ് രസം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും തണുക്കുന്നുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ ഒന്ന് കുടിക്കട്ടെ. നല്ല ആവി വറക്കുന്ന നല്ല ചൂട് രസം കണ്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഓ, പുളി അത്രയും വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചോറിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പുളിയുടെ ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ കുടിക്കാനാണ് എടുക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു പൊടി പുളി കുറയ്ക്കാം. ഇടയ്ക്ക് വെളുത്തുള്ളി പീസസ് കടിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ ബൈ.